അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇൻസ്റ്റഗ്രാം തുറന്ന വൈറലായിരിക്കുന്ന ഒരു വെറൈറ്റി സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കുഴിയിൽ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിൽ രണ്ട് ഉണക്കമുളക് വെച്ച് കൊടുക്കാം. ഒരു 3 എണ്ണം ഉണ്ട്. 4-5 വെളുത്തുള്ളി. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്കൊന്ന് റെഡിയായെന്നൊന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകും ആ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകും ആ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉറുകാനോടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് മയോണൈസൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. ചിക്കനൊക്കെ ഇതുപോലെ നമുക്കൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കതിൽ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച മയോണൈസ് അതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സാക്കി നമുക്ക് എടുക്കാം. ഒരു ബ്രെഡ് കൂടെ അതിൽ വെച്ച് കൊടുക്കാം. എയർ ഫ്രയറിലാണ് വയ്ക്കുന്നത്. ഒരു 3 മിനിറ്റ് നമുക്കിത് വെച്ച് എടുക്കാം. 170 ഡിഗ്രിയിൽ 3 മിനിറ്റ് വെച്ച് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കാൻ ഇത് നല്ല സാധനമാണ്. നല്ല വൈറ്റമിനൊക്കെ ഉള്ള സാധനമാണ്. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.